സിലബസിൽ ഫ്ലൂയിഡ് ഡിഫൈൻ ചെയ്യാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂം കൺസെപ്റ്റ് എന്നൊരു ഐഡിയ പഠിക്കാൻ എഴുതിയിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഫ്ലൂയിഡ് ഒരു ഷിയർ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിൽ കണ്ടിന്യൂസ്ലി ഡിഫോം ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, മാറ്ററാണ്. ഇപ്പോൾ ഫ്ലൂയിഡിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്, അത് റാൻഡംലി മൂവിങ് ബിഹേവിയർ ഉള്ള മോളിക്യൂൾസ് ആണുള്ളത്. ലിക്വിഡ്സിലാണെങ്കിലും ഗ്യാസസിൽ പ്രത്യേകിച്ച്. ഓരോ മോളിക്യൂൾ നമുക്ക് ഒരു പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്താൽ അതിന് അപ്പുറവും ഇപ്പുറവും കുറേ ഫ്രീ സ്പേസുകളോ അല്ലെങ്കിൽ വാക്വം പോലുള്ള സ്പേസുകളോ ഒക്കെ ഉണ്ടാവും. അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കില്ല. അപ്പം നമുക്കൊരു സർട്ടൻ പോയിന്റിൽ ഒരു സ്പേസ്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ആ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തിൻ്റെ മാറ്റർ മീഡിയത്തിലെ സ്പീഡും ഡെൻസിറ്റിയും ഒക്കെ മെഷർ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ആ മെഷർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോബിൽ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ കടന്നു പോകുന്ന പാർട്ടിക്കിൾസിന്റെ സ്പീഡും ഡെൻസിറ്റിയുമാണ് നമുക്ക് കിട്ടുക. അവിടെ ഒരു ഫ്രീ സ്പേസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്പീഡ് മെഷർമെന്റോ ഡെൻസിറ്റി മെഷർമെന്റോ ഉണ്ടാവുകയില്ല. അവിടെ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ ആ ഒരു സ്പോട്ടിൽ അപ്പിയർ ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീഡും ഡെൻസിറ്റിയും മെഷറബിൾ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മളൊരു പർട്ടിക്കുലർ സ്പോട്ട് ആണ് ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ സ്പോട്ടിലൂടെ ഒരു പാർട്ടിക്കിളിന്റെ പ്രസൻസ് ഉണ്ടായാൽ നമുക്ക് മെഷർമെന്റ് കിട്ടുന്നു. ആ സ്പോട്ടിൽ, നമ്മുടെ മെഷർമെന്റ് നടത്തുന്ന സ്പോട്ടിൽ പാർട്ടിക്കിൾ ഇല്ലാത്ത ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു വാക്വം ഓർ ഗ്യാപ്പ് വോയിഡ്സ് ആണ് അവൈലബിൾ ആകുന്നതെങ്കിൽ, ഇൻസിഡന്റ് ആവുന്നതെങ്കിൽ നമുക്ക് മെഷർമെന്റ് കിട്ടുകയുമില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർമെന്റ് എടുക്കുമ്പോൾ ഈ സാധ്യതയ്ക്ക് അനുസരിച്ചാണ് നമുക്ക് റിസൾട്ടുകൾ കിട്ടുക. അതുകൊണ്ട് ഒരു ഫ്ലൂയിഡ് മീഡിയത്തിൽ ഇതുപോലെ റാൻഡംലി മൂവിങ് ബിഹേവിയർ ഉള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് നമുക്ക് ഒരു എക്സാക്ട് വാല്യൂ ഓഫ് സർട്ടൻ പ്രോപ്പർട്ടീസ് ഒരു കൺഫൈൻഡ് സ്പേസിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഒരു 3 ഡയമെൻഷണൽ ഫ്ലൂയിഡ് മാറ്റർ എടുക്കുക. അത് ഒരു XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇതിൽ ഒരു പർട്ടിക്കുലർ ഡയമെൻഷൻ, ഒരു പർട്ടിക്കുലർ ആക്സിസിലൂടെ മാത്രം ഫ്ലൂയിഡിന്റെ ഇത്തരം പ്രോപ്പർട്ടീസ് ഒന്ന് മെഷർ ചെയ്യാനുള്ള ഒരു ശ്രമം. ആസ് ആൻ എക്സാമ്പിൾ, ഡെൻസിറ്റി മെഷർ ചെയ്യാനുള്ള ശ്രമമാണ് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഇതിൽ വൈയും ഇസഡും ഫിക്സഡ് ആണ്, എക്സ് മാത്രമാണ് വേരി ചെയ്യുക. അപ്പോൾ വൈക്ക് Y0 എന്നൊരു ഫിക്സഡ് വാല്യൂ, ഇസഡിന് Z0 എന്നൊരു ഫിക്സഡ് വാല്യൂ കൊടുക്കുന്നു. എക്സ് വേരി ചെയ്യുന്ന രീതിയിൽ ഒരു ഓറഞ്ച് ലൈൻ നിങ്ങൾക്ക് അവിടെ എക്സ് ആക്സിന് പാരലായിട്ട് ഫ്ലൂയിഡ് പാർട്ടിക്കിളിലൂടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ലൈനിൽ അതിന്റെ അങ്ങേയറ്റത്ത് ഒരു X1 എന്ന പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഇങ്ങേയറ്റത്ത് ഒരു X2 എന്ന പോയിന്റിൽ അവസാനിക്കുന്ന രീതിയിൽ മെഷർമെന്റ് നടത്തിയാൽ, മേ ബി ഡെൻസിറ്റി മെഷർമെന്റ് നടത്തിയാൽ ആ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും റിസൾട്ട് ചെയ്യാമെന്ന് നമുക്ക് പല എക്സ്പെരിമെന്റുകളിലൂടെ അവൈലബിൾ ആണ്. ഏതാണ്ട് ഇങ്ങനെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവ് ബിഹേവിയർ ആണ് കിട്ടുക. അപ്പൊ ആക്ച്വലി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കുക, X1 അതിന്റെ കോർഡിനേറ്റ്സ് X1 Y0 Z0 ആണ്. X2 അതിന്റെ കോർഡിനേറ്റ്സ് X2 Y0 Z0 ആണ്. ഈ ഒരു സ്പാനിനുള്ളിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ വോളിയം സെലക്ട് ചെയ്യുകയും ആ വോളിയത്തിനുള്ളിൽ എത്ര മാറ്റർ കണ്ടന്റ് ഉണ്ടെന്ന് നോക്കുകയും ചെയ്യുമ്പോഴാണ് ഡെൻസിറ്റി കിട്ടുന്നത്. ആ ഒരു ഡെൻസിറ്റിക്ക് ഈ വേരിയേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നത് ഡെൻസിറ്റിക്ക് അത് അവിടെ ഒരു ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ അലോങ് എക്സ് ഡയറക്ഷൻ. ആ ഗ്രേഡിയന്റിനെ മാത്തമാറ്റിക്കലി ഡോ റോ ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ആ ഗ്രേഡിയന്റ് ഒരു ഫിക്സഡ് നേച്ചർ അല്ല കാണിക്കുന്നത്, ആ ഗ്രേഡിയന്റിന് ഒരു സ്മൂത്ത് വേരിയേഷൻ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് ആ ഗ്രാഫിൽ ആ ഗ്രേഡിയന്റിനെ ഒരു സ്ലോപ്പായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, കർവിന്റെ സ്ലോപ്പായിട്ട്. ആ സ്ലോപ്പ് കർവിനെ കണ്ടിന്യൂസ്ലി സ്മൂത്ത്ലി വേരി ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷെ വളരെ മൈക്രോസ്കോപ്പിക് ലെവലിൽ വളരെ നമ്മൾ കൂടുതൽ സൂം ചെയ്ത് ആ മാറ്ററിനുള്ളിലേക്ക് കടന്ന് അതിന്റെ മോളിക്കുലാർ ലെവലിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതി, അതാണ് ഞാൻ മൈക്രോസ്കോപ്പിക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഈ X1 മുതൽ X2 വരെയുള്ള സ്പാനിലെ മെഷർമെന്റ് അല്ല, ഒരു വളരെ അതിനേക്കാൾ ചെറിയ ഒരു സ്പാനിലുള്ള ഒരു മെഷർമെന്റ് ഒന്ന് നടത്തി നോക്കാം. അപ്പോൾ മോളിക്കുലാർ ലെവലിലാണ് അത് നോക്കുക. അപ്പം അങ്ങനെ മോളിക്കുലാർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മെഷർമെന്റ് നടത്തുന്ന ആ ഒരു ഡയറക്ഷനിൽ
പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഉള്ള സ്ഥലങ്ങളും പാർട്ടിക്കിൾസിന്റെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിൽ പാർട്ടിക്കിളിന്റെ പ്രസൻസ് ഉള്ളപ്പോൾ ഇവിടെ ഡെൻസിറ്റി റീഡിംഗ് കിട്ടുന്നു. അവിടെ ഒരു വോയിഡ് ഫ്രീ സ്പേസ് ആണെങ്കിൽ ഡെൻസിറ്റി പെട്ടെന്ന് തന്നെ 0 വാല്യൂവിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ആ ഡെൻസിറ്റിയുടെ വേരിയേഷൻ ഇതുപോലെ വളരെ റിഗ്രസ് ആയിട്ടുള്ള ഒരു മാനറിലാണ്. അവിടെ ആ ഒരു ഡെൻസിറ്റി ഗ്രേഡിയന്റ് പരിശോധിക്കുകയാണെങ്കിൽ ആ ഗ്രേഡിയന്റ് നേരത്തെ കണ്ടതുപോലെ ഒരു സ്മൂത്ത് ബിഹേവിയർ അല്ല. അപ്പോൾ മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കിയപ്പോൾ വളരെ വിഗ്രന്റ് ആയിട്ടുള്ള സ്മൂത്ത് അല്ലാത്ത ഒരു രീതിയിലുള്ള ഡെൻസിറ്റി ഗ്രേഡിയന്റ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ആ ഒരു മെഷർമെന്റ് സ്പാൻ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത x1 മുതൽ x2 വരെയല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള വളരെ ഇൻഫിനൈറ്റിസ്മലി സ്മോൾ ആയിട്ടുള്ള ഒരു എക്സ് സ്പാനിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ഫിഗറിൽ ലിക്വിഡ് കോളത്തിൽ ആ 2 ഡോട്ടുകൾക്കിടയ്ക്കുള്ള സ്പേസ് ആണ്. അത് ഗ്രാഫിക്കലി ആ ഒരു സ്പേസ് ആ ഗ്രാഫിൽ ആ ഒരു സ്പേസ് ഇത്രയും ഒരു സ്മോൾ സ്പാനിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ ആ 2 ബ്ലാക്ക് ഡോട്ടുകൾക്കുള്ളിലുള്ള സ്പേസിന് അപ്പുറത്ത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് മെഷർമെന്റ്സിന്റെ സ്പാൻ അവൈലബിൾ ആണ്. അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഒരു ഡെൻസിറ്റിയുടെ വേരിയേഷൻ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഒബ്സർവേഷനും കുറച്ചും കൂടെ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഒബ്സർവേഷനും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയാൽ അതിന്റെ പ്രകടമായ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. ഇത് 2 എക്സ്ട്രീം സിറ്റുവേഷൻസ് ആണ് മൈക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഈ ഒബ്സർവേഷനെ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് കുറേ കൂടെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അസംഷനിലേക്ക് എത്തുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ളതാണ് ഈ കണ്ടിന്യൂം അസംഷൻ. അതെന്താണെന്ന് ഒന്നുകൂടെ പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂം കൺസെപ്റ്റില് മാസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആ കംപ്ലീറ്റ് സ്പേസിൽ ആ ഫ്ലൂയിഡ് കോളം ഉൾക്കൊണ്ടിരിക്കുന്ന ആ കംപ്ലീറ്റ് സ്പേസിൽ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴാണ് നമ്മൾ കണ്ടിന്യൂം കൺസെപ്റ്റിലേക്ക് വരുന്നത്. അതൊരു മോളിക്കുലാർ ലെവലിലല്ല, ഒരു കുറച്ചും കൂടി ലാർജ് ഇനഫ് സ്കെയിലിൽ മാത്രമാണ് ആ ഒരു മാസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ് അല്ലെങ്കിൽ ഹോമോജീനിയസ് ആണെന്നുള്ള ഒരു അസംഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം എന്താണ് ആ ഒരു ലാർജ് ഇനഫ് വോളിയം, അതിന് എത്രയാണ് ഒരു തോത് വേണ്ടത് എന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പൊ നോക്കുക, ഒരു തന്നിരിക്കുന്ന ലിക്വിഡ് കോളത്തിൽ ഫ്ലൂയിഡ് കോളത്തിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തിരിക്കുകയാണ്. അതിലൊരു സ്മോൾ വോളിയം dV സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഈ മാസ് ഓഫ് വോളിയത്തിനെ മാസ് ഓഫ് ഫ്ലൂയിഡിനെ വോളിയം ഓഫ് ഫ്ലൂയിഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി കിട്ടുന്നു. അത് ഈ ഒരു എക്സാമ്പിൾ അനുസരിച്ച് dm/dV ആണ്. അതിനെ നമ്മൾ റോ എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. അവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന വോളിയം ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിലെ ആ വോളിയത്തിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മാറ്റർ കണ്ടന്റും കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന ചെറിയ ഒരു വോളിയത്തിൽ dm മാസം dm1 മാസം dv1 വോളിയം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു റേഷ്യോ ഡെൻസിറ്റി റേഷ്യോ ρ1 എന്ന് വിളിച്ചിട്ട് ഈ രീതിയിൽ എഴുതാം, dm1/dv1. ഇനി ആ സെലക്ട് ചെയ്തിരിക്കുന്ന വോളിയം സൈസ് ഒന്ന് കൂട്ടുകയാണ്. അപ്പോൾ അതിനെ dv2, അതിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന മാറ്റർ കണ്ടന്റ് dm2, മാസ് കണ്ടന്റ് dm2 എന്ന് എടുക്കുക. അപ്പോൾ ആ റേഷ്യോ അഗെയിൻ ഡെൻസിറ്റി തരുന്നു. അത് ρ2 എന്ന് സ്പെസിഫൈ ചെയ്യാം, dm2/dv2. വീണ്ടും വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ്. വീണ്ടും വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൂടുതൽ ലാർജ് സ്പേസ് വോളിയം ആയിട്ട് എടുക്കുകയും അത് dv3 എന്ന രീതിയിൽ എടുത്താൽ dm3 എന്ന മാസ് അതിൽ ഒബ്സർവ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ഡിഫറെന്റ് വോളിയത്തിന് ഡിഫറെന്റ് മാസ് ഒബ്സർവ് ചെയ്യുകയും അതിനെല്ലാം റേഷ്യോസ് കിട്ടുകയും ചെയ്യും. ഈ ഒരു റിസൾട്ട് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്താൽ അത് ഡെൻസിറ്റിക്ക് അഗൈൻസ്റ്റ് dv ആക്സിസുകൾ റെഫർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് പ്ലോട്ട് ചെയ്യാൻ. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വേരിയേഷനാണ് ഏത് എക്സ്പെരിമെന്റിലും കിട്ടുക, ഔട്ട്കം ആയിട്ട് കിട്ടുക. ഇതിൽ നമുക്ക് നേരത്തെ കിട്ടിയ ആ റിസൾട്ടുകളെ ഈ ഒരു ഗ്രാഫിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്താൽ അത് ഈ രീതിയിലാണ് കിട്ടുക. ഇപ്പോൾ dv1 അതുപോലെ ചെറിയൊരു വോളിയം ആയിരുന്നു. ആ ഒരു ചെറിയ വോളിയം ആയിരുന്നപ്പോൾ ഡെൻസിറ്റി കിട്ടിയത് y ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. dv2 എന്ന മറ്റൊരു വോളിയം എടുത്തപ്പോൾ കിട്ടിയ ഡെൻസിറ്റി y ആക്സിസിലേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നു, ρ2. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെന്റ് റിസൾട്ടുകൾ പ്ലോട്ട് ചെയ്തപ്പോഴാണ് ഈ ഒരു ബിഹേവിയർ ഗ്രാഫിന് കിട്ടിയത്. ഇവിടെ നോക്കിയാൽ അറിയാം, ആദ്യത്തെ ഒരു സർട്ടൻ വോളിയം സൈസിൽ ഡെൻസിറ്റിയുടെ വേരിയേഷൻ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ലെവലിലാണ്. അതാണ് ആ ലെഫ്റ്റ് ഹാഫിൽ കാണുന്ന നേച്ചർ ഓഫ് പ്ലോട്ട്.
പിന്നീട് വോളിയം ഇൻക്രീസ് ചെയ്തപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഡെൻസിറ്റി ഏതാണ്ട് ഒരു കോൺസ്റ്റന്റ് ബിഹേവിയറിലേക്ക് എത്തി. ഫൈനലി ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഒരു ചെറിയ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു വേരിയേഷൻ ഇൻ ഡെൻസിറ്റി കാണാം. അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് പാർട്ടിൽ dV1 dV2ന് ലെഫ്റ്റിലേക്ക് വരുന്ന ആ പാർട്ടിൽ dV1 ഉൾപ്പെടുന്ന ആ പാർട്ടിൽ നമ്മൾ മോളിക്കുലാർ ലെവലിലാണ് ആ വോളിയം ഫിക്സ് ചെയ്തത്. അത്ര ചെറിയ ഒരു ഇൻഫിനിറ്റ്ലി സ്മോൾ സൈസ് ഓഫ് വോളിയത്തിലാണ് മാസ് പാർട്ടിക്കിൾസ് എത്രയാണെന്ന് നോക്കിയതും ഡെൻസിറ്റി ρ1 പോലെയുള്ള ഒബ്സർവേഷൻസ് കിട്ടിയത്. അപ്പോൾ ആ ഗ്രാഫിനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 സോണായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വളരെ വിഗറസ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിഹേവിയറിൽ നമുക്ക് ആ ഒരു dV' എന്നൊരു പർട്ടിക്കുലർ വോളിയം പൊസിഷൻ ഫിക്സ് ചെയ്യാൻ പറ്റും. ആ വോളിയം പൊസിഷന്റെ പ്രത്യേകത അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഏത് വോളിയം വാല്യൂവിൽ ഒബ്സർവ് ചെയ്താലും ഡെൻസിറ്റി വാല്യൂ ഇതുപോലെ റാൻഡമായിട്ട് വിഗറസ്ലി വേരി ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ വേരിയേഷൻ അറസ്റ്റ് ആവുന്നത് ഒരു പർട്ടിക്കുലർ വോളിയം സൈസിലേക്ക് റീച്ച് ചെയ്തപ്പോഴാണ്. ആ ഒരു വോളിയം സൈസിനെയാണ് dV' എന്നിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. dV' എന്ന നൊട്ടേഷനാണ് താഴെ എക്സൈസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയാൽ നമ്മൾ ആ വോളിയം മെഷർമെന്റ് മൈക്രോസ്കോപ്പിക് ലെവലിൽ നടത്തിയപ്പോൾ നമ്മുടെ ആ വോളിയത്തിന്റെ വേരിയേഷൻ നമ്മൾ ഈ രീതിയിലാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഏറ്റവും ചെറിയ വോളിയം ആയിരിക്കുമ്പോൾ നോക്കുക, നമുക്ക് ആ മോളിക്യൂൾ പാർട്ടിക്കിൾ ബോഡിക്കുള്ളിലേക്ക് ആ വോളിയം സ്പേസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഈ ഒരു dV വോളിയത്തിനുള്ളിൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി മാസ് ഉണ്ട്. അവിടെ ഒരു ഹൈ വാല്യൂ ഓഫ് ഡെൻസിറ്റി റിസൾട്ട് കിട്ടും. ഇപ്പോൾ കൂടുതൽ സൈസ് വോളിയം എത്തി, അവിടെ കുറച്ച് ഫ്രീ സ്പേസ് വോളിയത്തിന്റെ ഓരോ കോർണറിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇപ്പോൾ കൂടുതൽ സൈസ് വോളിയം അപ്ലൈ ചെയ്തു, അവിടെ കൂടുതൽ ഫ്രീ സ്പേസ് വന്നു. ഈ ഒരു സിറ്റുവേഷനിൽ ഡെൻസിറ്റി റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, കാരണം അത് കംപ്ലീറ്റ്ലി മാസ് ഫീൽഡ് അല്ല. ഇപ്പോൾ നോക്കുക, ആ വേരിയേഷൻ കൂടുതൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആ ഗ്രാഫിലെ ഡെൻസിറ്റിക്ക് ഇത്രയും ഫ്ലക്ച്വേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം. ഇത് ആ ഒരു മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ ആ ഒബ്സർവേഷൻ നടത്തുന്ന ആ ഒരു സിറ്റുവേഷനെ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഈ ഒരു ഫ്ലക്ച്വേറ്റഡ് സോൺ ഓഫ് ഗ്രാഫിനെ മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് ആ dV' അപ്പുറം ആ സെലക്റ്റഡ് വോളിയം ഫിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ dV' ആ ഒരു മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റിയുടെ ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന സ്പോട്ടാണ് dV'. ഇപ്പോൾ dV' റൈറ്റ് സൈഡിലേക്ക് ഈ ഗ്രീനിഷ് ആയിട്ട് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന സ്പേസ് കൂടുതൽ ലാർജ് വോളിയമാണ്. അവിടെ ആ അൺസർട്ടനിറ്റി പോലെയുള്ള ഒരു ബിഹേവിയർ ആ ഡെൻസിറ്റിയുടെ പ്ലോട്ടിൽ നമുക്ക് കാണുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ സേഫ് സോൺ ഡെൻസിറ്റി മെഷർമെന്റിന് വോളിയം എത്ര വേണമെന്ന് ഫിക്സ് ചെയ്യാവുന്ന ഒരു സേഫ് സോണാണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ സേഫ് സോണിന്റെ ഏറ്റവും റൈറ്റ് സൈഡ് നോക്കുക, അവിടെയും ഒരു ഫ്ലക്ച്വേഷൻ ആ ഒരു ഡെൻസിറ്റി കർവിന് കാണാം. ഇവിടെ എക്സ്പെരിമെന്റലി ഈ dV' എന്ന് പറയുന്ന വോളിയം ഒരു മെഷർമെന്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതവിടെ ആ ഗ്രാഫിന്റെ ഗ്രീൻ സോണിൽ എഴുതിയിട്ടുണ്ട്. dV' ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻⁻⁹ mm³. അതൊരു നാനോ സ്കെയിലുള്ള മെഷർമെന്റ് ആണ്, മില്ലിമീറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ മോസ്റ്റ് ലിക്വിഡ്സിനും ഗ്യാസസിനും ആ dV' വാല്യൂ ആയിട്ട് ഈ ഒരു ഒബ്സർവേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനേക്കാൾ ചെറുതാണ് നമ്മൾ ഡെൻസിറ്റി ഒബ്സർവ് ചെയ്യാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വോളിയോമെട്രിക് സൈസ് എങ്കിൽ അവിടെ ആ ഒരു മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റി ഫോർ ദാറ്റ് പർട്ടിക്കുലർ മെഷർമെന്റ് നമുക്കുണ്ടാവും. ഇത് ഡെൻസിറ്റിക്ക് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ്, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള പല ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസും മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ലാർജ് സ്കെയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്ന ഒരു സോണായിട്ടാണ് ഈ മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റി സോൺ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊരു പ്രോപ്പർട്ടിയുടെ മെഷർമെന്റിനും പറ്റുന്ന ഒരു സേഫ് മിനിമം വാല്യൂ ഓഫ് വോളിയമാണ് dV'. അതിൻ്റെ ഒരു സൈസ് ഇൻ മില്ലിമീറ്റേഴ്സ് മെഷർ ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നതാണ് 10⁻⁹ mm³. മറ്റൊരു രീതിയിലും കൂടെ പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് mm³ കിട്ടിയിരിക്കുന്ന നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ സിറ്റുവേഷനിലാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിലാണ് ഈ ഒരു dV' ഈ ഒരു വാല്യൂ ഒബ്സർവ് ചെയ്യുകയും ഫിക്സ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അപ്പർ ലിമിറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനപ്പുറത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഡെൻസിറ്റിയുടെ കർവിന് വേരിയേഷൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അത് മാക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റിയാണ്.
അതായത് അവിടെയുള്ള ഡി വിയുടെ വാല്യൂ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സൈസ് വോളിയമാണ്. അപ്പോൾ അതിൽ അത്രയ്ക്കും ലാർജ് സ്കെയിലിൽ ഒരു വോളിയം ഫിക്സ് ചെയ്തിട്ട് ഒബ്സർവേഷൻസ് നടത്തുമ്പോൾ ഇതുപോലെ ഉള്ള പ്രോപ്പർട്ടീസിന് ഈ രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി ബിഹേവിയറും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പിക്കിന് ഇടയ്ക്ക് ആ ഗ്രീൻ സോണിനെ വീണ്ടും ഒന്ന് റീഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമുക്ക് ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസിനെ ആ ഒരു ഫ്ലൂയിഡ് മീഡിയത്തിൽ ഏതാണ്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു സേഫ് സോൺ. ഈ സോണിൻ്റെ പ്രത്യേകത ആ ഒരു 10⁻⁹ മില്ലിമീറ്റർ ക്യൂബിന് മുകളിൽ വളരെ ലാർജ് സ്കെയിലിലുള്ള ഒരു കിലോമീറ്റേഴ്സ് ക്യൂബ് റേഞ്ചിൽ വരുന്ന ഒരു വാല്യൂവിന് ഇടയ്ക്ക് ഒരു കൺവീനിയൻറ്റ് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു വോളിയം ഓഫ് മാറ്റർ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരു കോൺസ്റ്റന്റ് ബിഹേവിയർ ഓഫ് പ്രോപ്പർട്ടി കിട്ടുക. ഈ ഒരു സോണാണ് നമ്മുടെ കണ്ടിന്യൂ അപ്രോച്ച് അപ്ലൈ ചെയ്യുന്ന സോൺ. കിലോമീറ്റേഴ്സ് റേഞ്ചിലുള്ള മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ ആ നേരത്തെ കണ്ട അൺസർട്ടനിറ്റി പോലെയുള്ള ഒബ്സർവേഷന് കാരണം നേരത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിച്ച പ്രോപ്പർട്ടീസിന് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിലുണ്ടാകുന്ന ചേഞ്ചസിനനുസരിച്ച് ആ പ്രോപ്പർട്ടീസിന് ചേഞ്ചസ് വരുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പ്രഷർ കുറവായിരിക്കും, എയർ പോലെയുള്ള ഫ്ലൂയിഡ് പാർട്ടിക്കിൾ കൂടുതൽ തിന്നാവുന്നു, വിച്ച് മീൻസ് ഡെൻസിറ്റി കുറയുന്നു. അവിടെ ഹൈ അറ്റ്മോസ്ഫിയറിക് ലെവലുകളിൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറുകളും കുറയുന്നു. അങ്ങനെയുള്ള വേരിയിങ് ബിഹേവിയർ ഇതുപോലെയുള്ള ലാർജ് സ്കെയിലിലേക്ക് പോകുമ്പോഴുണ്ടാകും. ഈ മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റിയുടെയും ആ റീജിയൻസിനെ നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് ഒരു സേഫ് സോൺ, ആ ഗ്രീൻ സോൺ ഈ മെഷർമെന്റിന് പറ്റിയ ഒരു വോളിയം ഫിക്സ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സോണായിട്ട് കിട്ടുന്നു. അവിടുത്തെ ഏറ്റവും അക്സെപ്റ്റബിൾ മിനിമം വോളിയമാണ് നമ്മൾ നേരത്തെ കണ്ട ഡി വി പ്രൈം. അപ്പോൾ ഈ ഒരു ഡി വി പ്രൈം നമുക്ക് വോളിയത്തിന്റെ ഒരു ലിമിറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് വേണം ഇത്തരം പ്രോപ്പർട്ടീസിന്റെ മെഷർമെന്റ് നടത്താൻ. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടു, dm/dv. അതിലെ ആ ഒരു റേഷ്യോയ്ക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, dv ടെൻസ് ടു dv പ്രൈം. അതാണ് നമുക്ക് സേഫ് ആയിട്ട് ഒരു ഹോമോജീനിയസ് ലെവലിൽ ഒബ്സർവേഷൻ നടത്താൻ പറ്റിയ മിനിമം ലിമിറ്റ്. ഇത് വെലോസിറ്റി, ടെമ്പറേച്ചർ പോലെയുള്ള മറ്റ് പ്രോപ്പർട്ടികൾക്കും ഈ ലിമിറ്റ് ആപ്ലിക്കബിൾ ആണ്. നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ആ സേഫ് ഗ്രീൻ സോണിൽ വരുന്ന ഒരു വോളിയം സൈസിനെ ഇൻഫിനിറ്റസിമൽ വോളിയം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ ഇൻഫിനിറ്റസിമൽ വോളിയം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ബോഡിയുടെ വോളിയത്തിനേക്കാൾ കുറവുമാണ്, പക്ഷേ മോളിക്കുലാർ ലെവലിലുള്ള ആ വോളിയത്തിനേക്കാൾ ഒരുപാട് കൂടുതലുമാണ്. ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ആ ഇൻഫിനിറ്റസിമൽ സ്മോൾ വോളിയം എന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് കണ്ടീഷൻസിലും കണ്ടിന്യൂം അസംപ്ഷൻ വാലിഡ് ആണ്. പക്ഷേ ഈ ഫ്രീ പാത്ത് ഓഫ് മോളിക്യൂൾ, മീൻ ഫ്രീ പാത്ത് ഓഫ് മോളിക്യൂൾസ്, അതായത് ഇപ്പൊ ഈ പിക്ചറിൽ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്ന പോലെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വോളിയം സൈസിന് തുല്യമോ അതിന് മുകളിലോ ഉള്ള ഒരു വാല്യൂ ആണ് മോളിക്യൂൾസിന്റെ മീൻ ഫ്രീ പാത്ത് വാല്യൂ എങ്കിൽ നമുക്ക് കണ്ടിന്യൂം കൺസെപ്റ്റ് യൂസ്ഫുൾ അല്ല. മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ കൊളീഷൻസിന് ഇടയ്ക്ക് ഒരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളുമായിട്ട് കൊളീഷൻസിന് ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് മീൻ ഫ്രീ പാത്ത് എന്ന പേരിൽ പറയുന്നത്. അപ്പോൾ ഡി വി എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു വോളിയം മീൻ ഫ്രീ പാത്തിന് ആയിട്ട് കമ്പയറബിൾ ആവുന്നിടത്തോളം മാച്ച് ആവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടിന്യൂം കൺസെപ്റ്റ് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ അതിനേക്കാൾ ഉയർന്നു നിൽക്കണം. ഇപ്പോൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് മൈക്രോ ലെവലിലുള്ള ഒരു ഒബ്സർവേഷനാണ്. അപ്പോൾ അത്രയ്ക്ക് മൈക്രോ ലെവലിലേക്ക് ഡി വിയുടെ വാല്യൂ പോകരുത്. അതിന് ഒരുപാട് ഉയരെ നിൽക്കണം. ആ ലോവർ ലിമിറ്റാണ് നമ്മൾ നേരത്തെ ഡി വി പ്രൈമിൽ കണ്ടത്. ഇപ്പോൾ റെയറിഫൈഡ് ഗ്യാസ് ഫ്ലോ തിയറികളിലൊക്കെ ഈ ഒരു ഒബ്സർവേഷൻ അനുസരിച്ചാണ് റീഡിങ്ങുകൾ ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ കണ്ടിന്യൂം അസംപ്ഷനിൽ നമ്മൾ ഒരു ഫ്ലൂയിഡ് മാസിനെ ഒരു കണ്ടിന്യൂസ് മാസ് ഓഫ് വോളിയം ഓഫ് മാസ് ആയിട്ട് വേണം കാണാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഫ്രീ സ്പേസുകൾ നമുക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിൽ ഒരു ലാർജ് ഇനഫ് സ്കെയിലിൽ വേണം നമുക്ക് അതിൻ്റെ ഒബ്സർവേഷൻ നടത്തേണ്ട വോളിയം ഫിക്സ് ചെയ്യാൻ.
ആ വോളിയമാണ് നമ്മൾ നേരത്തെ കണ്ട ഗ്രീൻ സോണിലൂടെ ഫിക്സ് ചെയ്ത് അതിൻ്റെ മിനിമം ക്വാണ്ടിറ്റിയാണ് dV പ്രൈം എന്ന് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത്. സെയിഞ്ചലിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ റെഫറൻസിൽ പറഞ്ഞിരുന്ന സെയിഞ്ചൽ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിന്യൂത്തിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു റൈറ്റപ്പാണ് ഇവിടെയുള്ളത്. ഇതിൽ നിന്ന് നമുക്കതിനെ വേണ്ടുന്ന ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെയും നമ്മൾ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ സിമ്പിൾ സെന്റൻസുകളിലൂടെ എഴുതിയിരിക്കുന്നു. അതായത് മാറ്റർ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ആറ്റംസ് മെയ്ഡ് അപ്പ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ആറ്റംസ്. പക്ഷേ ഗ്യാസ് ഫേസിലും ഈവൻ ലിക്വിഡ് സ്പേസിലും ഇത് വൈഡലി സ്പേസ്ഡാണ്. ഗ്യാസ് ഫേസിൽ ഏറ്റവും സ്പേസിങ് ഏറ്റവും കൂടുതലുണ്ടാവും. അപ്പോൾ അറ്റോമിക് നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് ഡിസ്റിഗാർഡ് ചെയ്യുന്നതാണ് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഒബ്സർവേഷൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഹോൾസ്, വോയിഡ്സ്, സ്പേസസ് അതിനെയൊക്കെ നെഗ്ലക്റ്റ് ചെയ്യുകയും മാറ്റർ അതിൽ ഒരു കണ്ടിന്യൂസ് ഹോമോജീനിയസ് ഡിസ്ട്രിബ്യൂഷനിലാണെന്ന് മനസ്സിലാക്കി ആ ഒരു അസംഷനിൽ പ്രോപ്പർട്ടീസ് മെഷർമെൻറ്റ്സ് നടത്തുകയും ചെയ്യുന്ന ഐഡിയയാണ് കണ്ടിന്യൂസ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടീസിനെ ഒരു പോയിന്റ് ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ കണ്ടിന്യൂ ഐഡിയലൈസേഷൻ സഹായിക്കുന്നു. ഇപ്പോൾ ഒരു പോയിന്റ് ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഇനഫ് വോളിയത്തിൽ എവിടെയും ആ ഒരു പ്രോപ്പർട്ടി വാല്യൂ നമുക്ക് ഒരേപോലെ മെഷർ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അതൊരു പോയിന്റ് ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്പേസിൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് എടുക്കുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന പ്രോപ്പർട്ടീസിൻ്റെ ഒരു വേരിയേഷൻ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതൊരു പോയിന്റ് ഫംഗ്ഷൻ ആക്കാൻ പറ്റത്തില്ല. അതൊരു ഫീൽഡ് ഒബ്സർവേഷനായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പോയിന്റ് ഫംഗ്ഷൻ എന്ന രീതിയിൽ വളരെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഒരു ഐഡിയയാണ് കണ്ടിന്യൂം കൺസെപ്റ്റിലൂടെ കിട്ടുന്നത്. ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ മോളിക്കുലർ ഫ്രീ പാത്തിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ സൈസ് സ്പേസ് ബിറ്റ്വീൻ മോളിക്യൂൾസുമായിട്ട് റിലേറ്റീവ്ലി ലാർജ് ആവുന്നിടത്തോളം നമുക്ക് ഈ ഒരു ഐഡിയലൈസേഷൻ വാലിഡ് ആണ്. അത് റിലേറ്റീവ്ലി കമ്പയറബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐഡിയലൈസേഷന് പ്രാധാന്യം നഷ്ടപ്പെടുകയാണ്. അതായത് നേരത്തെ പറഞ്ഞല്ലോ, റെയർഫൈഡ് ഗ്യാസിൻ്റെ ഫീൽഡുകളിൽ ഈ ഒരു സിറ്റുവേഷൻ എത്തുന്നത് കൊണ്ട് കണ്ടിന്യൂം ഐഡിയലൈസേഷൻ അവിടെ അത്ര ആപ്ലിക്കബിൾ അല്ല. സിമ്പിളായിട്ട് അതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇൻ എ ഗ്ലാസ് ഈസ് സെയിം അറ്റ് എനി പോയിന്റ്. ആ ഒരു ഐഡിയ നമുക്കൊരു ഫ്ലൂയിഡ് മീഡിയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കണ്ടിന്യൂം കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യപ്പെട്ട റിസൾട്ടിലേക്ക് എത്തുന്നത്. ഇത് FM വൈറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടിന്യൂം കൺസെപ്റ്റിനെ കുറിച്ചുള്ള റൈറ്റപ്പാണ്. ഇവിടെയും ഇതേ ആശയങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള കണ്ടന്റുകളിൽ നിന്നും ആവശ്യത്തിന് ഡെഫിനിഷനും എക്സ്പ്ലനേഷൻസിനും നോട്ട് ഡൗൺ ചെയ്യുക. അടുത്ത പേജിലേക്ക് ഒന്ന് പോവുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട അൺസർട്ടനിറ്റി ഗ്രാഫ് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ 10⁻⁹ mm³ എന്ന് പറയുന്ന dV പ്രൈം വാല്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റിയും റൈറ്റ് സൈഡിൽ അത് ഇവിടെ കാണിച്ചിട്ടില്ല. മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റിക്കും ഇടയ്ക്കുള്ള ഒരു സേഫ് സോണിലാണ് നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ ബിഹേവിയർ ഓഫ് പ്രോപ്പർട്ടി വരുന്ന ആ ഒരു സോണിലാണ് നമുക്ക് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മാസ് ഡിസ്ട്രിബ്യൂഷനായിട്ട് എടുക്കാൻ പറ്റുന്നതും കണ്ടിന്യൂം കൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതും. അപ്പോൾ അതിൻ്റെ ചെറിയ വോളിയം സൈസ് വരുന്ന സോണിലും ലാർജ് സ്കെയിൽ വോളിയം സൈസ് വരുന്ന സോണിലും നമുക്ക് കണ്ടിന്യൂം കൺസെപ്റ്റ് അത്ര ആപ്ലിക്കബിൾ അല്ല. ഈ ചെറിയ സൈസ് വരുന്നിടത്താണ് നേരത്തെ പറഞ്ഞത് മീൻ ഫ്രീ പാത്ത് ഓഫ് മോളിക്യൂൾസ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോളിയത്തിൻ്റെ സൈസ് കമ്പയറബിൾ ആകുമ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിക് അൺസർട്ടനിറ്റി സോണിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ നമ്മുടെ ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിലും നോർമൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നോർമൽ ഫ്ലൂയിഡ്സിനൊക്കെ നമുക്ക് ഈ ഒരു സോൺ ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സോണിൽ ഒബ്സർവേഷൻ നടത്തണം. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അത്രയും വോളിയം ഓഫ് മാറ്ററിൽ വേണം നടത്താൻ. അതായത് dV പ്രൈമിന് എബോവിലുള്ള ഒരു വോളിയം ഓഫ് മാറ്റർ സെലക്ട് ചെയ്തിട്ട് അതിൽ വേണം ഒബ്സർവേഷൻസ് നടത്താൻ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂം കൺസെപ്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ഇതുപോലെയുള്ള ഒരു സ്റ്റഡി വാല്യൂ നമുക്ക് പ്രോപ്പർട്ടീസിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു ∂M/∂V എന്ന് പറയുന്ന ഡെൻസിറ്റിയുടെ ഫോർമുലയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ∂V tends to ∂V prime, where ∂V prime is about 10⁹ mm³ for all liquids and for gases at
atmospheric pressure.